എല്ലാവർക്കും നമസ്കാരം. ചോറ് ഉപയോഗിച്ച് വെറും 5 മിനിറ്റിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന നല്ലൊരു 4 മണി പലഹാരമാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ ഒരേപോലെ ഇഷ്ടമാവുന്ന ഈ ഒരു പലഹാരം എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഈ പലഹാരം തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ചോറാണ്. ഞാനിവിടെ 1 കപ്പ് അളവിലാണ് ചോറ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് വെന്ത ചോറ് എടുക്കുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി നമുക്ക് ഈ ചോറൊന്ന് ചതച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചോറ് ഒരുപാട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. മിക്സിയിൽ 3-4 തവണ ഇടത്തോട്ട് തിരിച്ച് നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ചതച്ചെടുത്ത ചോറ് നമുക്ക് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് മീഡിയം സൈസിലുള്ള ഒരു സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞതും, എരിവിനായിട്ടൊരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും, കുറച്ച് കറിവേപ്പില ഇതുപോലെ ചെറുതായി കീറിയെടുത്തത് കൂടി ചേർക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഒന്ന് ചതച്ചെടുത്ത് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ കടലമാവ് ചേർക്കാം. കടലമാവിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ ചേർക്കാവുന്നതാണ്. ഒപ്പം തന്നെ നല്ലൊരു കളറിനായിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ എരിവ് നോക്കിയിട്ട് വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. കൈ ഉപയോഗിച്ച് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. സവാളയുടെയും ചോറിൻ്റെയും നനവ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടും. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്കിത് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഷേപ്പ് ആക്കാതെ നമ്മൾ പക്കവടയൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ നുള്ളി നുള്ളി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ എണ്ണ കൊണ്ട് തന്നെ നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചൊന്ന് ചൂടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കൂടുതൽ ഓയിൽ ഒഴിച്ച് ഡീപ് ഫ്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഓയിൽ ഒഴിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം തീയൊന്ന് മീഡിയത്തിലാക്കി വെച്ചിട്ട് നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുട്ടി കുട്ടി ബോൾസ് എല്ലാം നമുക്ക് ഈ തിളച്ച ഓയിലിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം തീയിൽ വെച്ച് ഏകദേശം 1 മിനിറ്റ് ആയപ്പോഴേക്കും ഒരു സൈഡ് കളറെല്ലാം മാറിക്കിട്ടി. ഇനി നമുക്കിതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അടുത്ത സൈഡ് കൂടി കളറെല്ലാം മാറി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്കിത് എല്ലാ സൈഡും ഒരേപോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടാനായിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പലഹാരമെല്ലാം പാകത്തിനൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കുന്നതിന് മുൻപ് നല്ലൊരു സ്വാദിനായിട്ട് ഇതിലേക്ക് ഇതുപോലെ 3-4 വെളുത്തുള്ളി അതിൻ്റെ തൊലിയോട് കൂടി തന്നെ ഒന്ന് ചതച്ചെടുത്തതും കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർത്തിട്ട് തീ കുറച്ചൊന്ന് കൂട്ടി വെച്ച് ഇത് രണ്ടും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടും വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ആയി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കിതെല്ലാം എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ ചോറ് കൊണ്ട് തയ്യാറാക്കിയെടുത്ത നല്ല ക്രിസ്പി ആയിട്ടുള്ള 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ കഴിക്കാം, അല്ലെങ്കിൽ തേങ്ങാ ചട്നിയുടെയോ ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഈസി സ്നാക്സിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. മറ്റ് റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക് യു.